കിട്ടിയ ആ ഒരു മൂമെന്റ് തൊട്ട് ഇതുവരെ നിലത്ത് വെച്ചിട്ടില്ല ആ ഒരു ക്രൗഡ്. സൂപ്പർ സുന്ദരിയുടെ ടൈറ്റിൽ വിന്നർ ഞങ്ങളൊന്ന് കാണട്ടെ. ബാദുക്കയുടെ മോളായതുകൊണ്ട് നമ്മള് ബാദുക്ക ഞങ്ങൾക്ക് പൈസ തന്നു. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് പ്രൊഡ്യൂസർ ബാദുഷയുടെ മകളായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് സമ്മാനം കൊടുത്തു. അവർക്ക് അവിടെ കിടന്നത് പറയാനല്ലാണ്ട് ഇവിടെ വന്ന് ആ റാമ്പിൽ 2 റൗണ്ട് നടന്നുണ്ടല്ലോ തല ഇറങ്ങി അവിടെ വീഴും. ആ റാമ്പിലൂടെ നടക്കുന്നവർക്ക് അറിയാം അതിൻ്റെ പ്രശ്നം, അതിൻ്റെ ആ ഒരു ടെൻഷനും ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും. മിക്കവരുടെയും വിചാരം നമ്മൾ ഈ ബ്യൂട്ടി കോൺടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു സൗന്ദര്യം അല്ലെങ്കിൽ അപ്പിയറൻസ് കണ്ടിട്ട് മാത്രം എടുക്കുന്നതാന്ന് ഉള്ളൊരു വിചാരമുണ്ട്. അതല്ലാന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ബോയ്സ് ഇതേപോലെ കൊണ്ടുവരേണ്ടതാണ്. എനിക്ക് തോമസ് മാത്യുവിനെ ഭയങ്കര ഇഷ്ടം ആണോ? സംസാരിച്ചു, പക്ഷെ നമ്മൾ പോയിട്ട് പറയാൻ പറ്റുമോ ചേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറയാൻ പറ്റുമോ? ഭയങ്കര പ്രശ്നം. ഞാൻ വാപ്പയുടെ അടുത്ത് പറഞ്ഞു വലുതമ്മ കെട്ടിച്ചേരാൻ. വാപ്പ പറഞ്ഞു അവനോട് തോന്നുന്നുണ്ട്. ഡാസ്ലർ ഓൾ ഡേ ലിപ് കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആത്മവിശ്വാസം നമ്മുടെ ചുണ്ടുകളിൽ ഉണ്ടാകും. മായാത്ത സൗന്ദര്യം, സ്മച്ച് പ്രൂഫ്, നോൺ ട്രാൻസ്ഫർ, ലോങ് ലാസ്റ്റിംഗ്, വാട്ടർ പ്രൂഫ്. കൊക്കും ബട്ടറിന്റെ സമൃദ്ധിയോടെ 50-ലധികം നിറങ്ങളിൽ ഡാസ്ലർ ഓൾ ഡേ ലിപ് കളർ, നിങ്ങളുടെ പെർഫെക്റ്റ് മാറ്റ് ഫിനിഷ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സംതിങ് സ്പെഷ്യൽ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സിനെ കുറച്ച് കൂടുതൽ സ്പെഷ്യലാണ്. കാരണം ദാ ഈ ഇരിക്കുന്ന ഗസ്റ്റ് തന്നെ ഷിഫ ബാദുഷ. കാരണം നിങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിലൂടെ കുറേ നാളുകളായിട്ട് സൂപ്പർ സുന്ദരി ഇന്ന് വരുന്നു, നാളെ വരുന്നു, ദേ ഉടനെ വരുന്നു എന്നൊക്കെ പറഞ്ഞ് സൂപ്പർ സുന്ദരിയുടെ കുറേ പ്രൊമോ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അതിനുശേഷം നമ്മുടെ സൂപ്പർ സുന്ദരിയുടെ പ്രോഗ്രാം എന്താണെന്ന് നിങ്ങൾ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ടൈറ്റിൽ വിന്നറാണ് ഇന്ന് എൻ്റെ കൂടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു വളരെ സ്പെഷ്യൽ, കാരണം മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഷോ തന്നെ കണ്ടക്ട് ചെയ്യുന്നത്. ആ ഷോയുടെ ടൈറ്റിൽ വിന്നർ ആകുമ്പോൾ ഞങ്ങൾക്ക് അത് കുറച്ച് സ്പെഷ്യൽ തന്നെ ആവില്ലേ? ഒരുപാട് സന്തോഷമുണ്ട് ഷിഫ. ഇന്നിപ്പോൾ ഷിഫേനെ ഇന്നിങ്ങനെ കാണുമ്പോഴും അന്ന് ഷിഫയ്ക്ക് ആ ടൈറ്റിൽ കിട്ടിയപ്പോഴും ആ ക്രൗൺ ഇങ്ങനെ നേഹ വെച്ച് തന്നപ്പോഴും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എല്ലാ അർത്ഥത്തിലും യു ഡിസേർവ്ഡ് ആ ഒരു ടൈറ്റിൽ കാര്യങ്ങളെല്ലാം. താങ്ക് യു സോ മച്ച്. എത്രത്തോളം ഷിഫ ഹാപ്പിയാണ് ഇപ്പോൾ? അയ്യോ അങ്ങനെ ചോദിക്കരുത്, നമുക്ക് പറയാൻ പറ്റൂല. കിട്ടിയ ആ ഒരു മൂമെന്റ് തൊട്ട് ഇതുവരെ നിലത്ത് വെച്ചിട്ടില്ല ആ ഒരു ക്രൗഡ്. ആര് വരുമ്പോഴും വീട്ടിൽ വരുമ്പോൾ ഞാൻ എടുത്ത് കാണിക്കും. കണ്ടോ കണ്ടോ എന്റെ. എന്നാ പിന്നെ ഇന്നും കൂടെ ക്രൗൺ വെച്ചോണ്ട് വേണ്ട ഇരിക്കാൻ? കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. എന്നാ പിന്നെ ക്രൗൺ വെച്ചോണ്ടിരിക്കാം. യെസ്, ഓക്കെ. അപ്പൊ അങ്ങനെ ഡാസ്ലർ സൂപ്പർ സുന്ദരിയുടെ ടൈറ്റിൽ വിന്നർ ഞങ്ങളൊന്ന് കാണട്ടെ. ഷിഫ ജൂൺ 25-നായിരുന്നു നമ്മുടെ ഇവന്റ്. അന്ന് ഞാൻ രാവിലെ മുതലേ സെൻട്രൽ സ്ക്വയറിലുണ്ട്. നിങ്ങളുടെ പ്രിപ്പറേഷൻസും എല്ലാം നമ്മൾ എല്ലാ സൈഡും ഞങ്ങൾ കണ്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അന്ന് രാവിലെ മുതൽ നിങ്ങൾ ഫൈനൽ സ്റ്റേജിൽ റിഹേഴ്സൽ ചെയ്യുന്നുണ്ട്. ഗ്രൂമിങ് അതിന് തൊട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഗ്രൂമിങ് ഉണ്ടായിരുന്നു. അതെല്ലാം നടന്ന സമയത്ത് ഇതെല്ലാം നിങ്ങൾ പാർട്ടിസിപ്പൻസ് എല്ലാവരുമായിട്ടും നിങ്ങൾ നല്ലൊരു വൈബിലെത്തി, എല്ലാവരുമായിട്ടും അല്ലേ നല്ലൊരു ഫ്രണ്ട്സ് ആ ഒരു ഇതിൽ വന്നു. പക്ഷെ എത്രയെന്നിരുന്നാലും കൂടെ 15 പേരുണ്ട്. എത്രയോ പേരിൽ നിന്നാണ് നിങ്ങൾ 15 പേരെത്തിയത്. ആ ഫൈനൽ ഇവന്റിലേക്ക് കയറുമ്പോൾ ആ ഒരു എന്താ പറയുക, ലാസ്റ്റ് നിങ്ങൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ടിലേക്ക് നിങ്ങൾ ട്രഡീഷണൽ വെയർ ഇട്ട് അങ്ങ് കയറുമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിക്കോട്ടെ, അല്ലെങ്കിൽ അത് കയറുമ്പം ആ സ്റ്റേജിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴും ഷിഫയ്ക്ക് തോന്നിയോ ഇന്നത്തെ ടൈറ്റിൽ വിന്നർ ഞാനായിരിക്കും, ഇന്ന് ഇവിടുന്ന് ക്രൗൺ കൊണ്ട് പോകുന്നത് ഞാനായിരിക്കും എന്ന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ? കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നമ്മളെല്ലാവരും അവിടെ വരുന്നത് ആ ഒരു ക്രൗണിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇതാർക്ക് കിട്ടിയാലും ഡിസേർവിങ് ആയ ഒരാൾക്ക് കിട്ടിയാൽ എല്ലാവരും ഹാപ്പി ആവണം. അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് എൻ്റെ. പിന്നെ എനിക്ക് തന്നെ കിട്ടും എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലായിരുന്നു. കാരണം ഞാൻ വേറെ ആരുടെയും പെർഫോമൻസ് ഒന്നും കാണുന്നില്ല. ഇവർ ചെയ്യുമ്പോൾ ഞാൻ ബാക്ക് സ്റ്റേജിലായിരിക്കും, എൻ്റെ കഴിയുമ്പോൾ ഞാൻ നേരെ പോയി അടുത്ത കോസ്റ്റ്യൂം ചേഞ്ചാണ്. എനിക്ക് ഇവരുടെ ആരുടെയും പെർഫോമൻസ് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ആർക്ക് കിട്ടും എന്നുള്ള കാര്യമൊന്നും എനിക്ക് പറയാൻ പറ്റില്ലായിരുന്നു. പക്ഷേ എനിക്ക് പറ്റുന്ന പോലെ നല്ലപോലെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് ഞാൻ വരുത്തി. ആ തേർഡ് റൗണ്ടിൽ അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ നമ്മുടെ ആങ്കർ അന്നേരം ചോദിച്ചിരുന്നു, അല്ല ഇത് വായിച്ച് കേൾപ്പിച്ചല്ലോ, ആ ടാസ്ക് എന്താ കിട്ടിയത്, തലേണ പില്ലോ വെച്ചിട്ടുള്ള ടാസ്ക് ആയിരുന്നു.
പക്ഷെ ആ സമയത്ത് ഷിഫ എഗെയിൻ ആൻഡ് എഗെയിൻ ആങ്കറിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഞാൻ ചെയ്യണ്ടേ, ഇതെങ്ങനെയാ അത് ചെയ്യണ്ടേ, അപ്പൊ ഞാനിത് എങ്ങനെ, അപ്പം ഇങ്ങനെ ഒരു 2-3 ടൈംസ് ഇങ്ങനെ റിപ്പീറ്റഡ്ലി ചോദിക്കുമായിരുന്നു കെന്നയുടെ അടുത്ത്. അപ്പൊ അത് കാര്യത്തിൽ ഒരു ക്ലാരിറ്റി. അപ്പൊ ഞങ്ങളൊക്കെ ഞാനും ജഡ്ജിങ് പാനലിലുണ്ടല്ലോ, അപ്പൊ നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടിരിക്കില്ല. അപ്പൊ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല, അയ്യോ എന്ത് പറ്റി ഇത്രയും. അപ്പൊ അതുവരെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് വന്ന് നിൽക്കുക ഷിഫ. അപ്പൊ ഇത് എന്ത് പറ്റി, ഒന്നും ക്ലിയർ ആവുന്നില്ല, ടെൻഷൻ കയറിയിട്ടാണോ, ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഞങ്ങളും കുറച്ച് നെർവസ് ആയി, അയ്യോ എന്താന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ 3-4 തവണ കഴിഞ്ഞിട്ട് ഓക്കെ ഇനി ഞാൻ പറയാം, സ്റ്റേജ് എത്തിയല്ലോ പറഞ്ഞേ പറ്റും. അത് കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങൾ എല്ലാവരും എൻജോയ്, ഞങ്ങൾ എല്ലാവരും ചിരിച്ചുകൊണ്ടേ ഇരിക്കുക. അറിയാലോ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ക്ലാപ്പ് ഉണ്ടായിരുന്നു, ക്രൗഡ് ഉൾപ്പെടെ എല്ലാവരും ചിരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഒരു സമയമെടുത്ത് ഷിഫ അത് പറയണമെങ്കിൽ അത് എന്തായിരുന്നു അത്? കാരണം ഞാൻ ഇനിയിപ്പോൾ ഫൈനൽ റൗണ്ടിലാണ്, എൻ്റെ ലാസ്റ്റ് ടാസ്ക് ആണ്. സോ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ ഒരു സെൽഫ് തോന്നിയത് കൊണ്ട് പിന്നെയും ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിച്ചതാണോ, അതോ ചോദ്യം മനസ്സിലാവാഞ്ഞിട്ട് അങ്ങനെ ചോദിച്ചതാണോ? ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് കയറുന്ന കണ്ടസ്റ്റന്റ് ഞാനാ. ടോപ്പ് 5 വിളിച്ചതിൽ ഫസ്റ്റ് വിളിക്കുന്ന ചെസ് നമ്പർ 6 എന്നാ. അപ്പൊ ഞാൻ കയറി നിൽക്കുന്നു, കെന്ന ചേച്ചി എനിക്ക് ഇത് തരുന്നു, ടാസ്ക് തരുന്നു. അതിനകത്ത് എഴുതിയേക്കുന്നത് ജസ്റ്റ് ഇത്രയാണ്, ഐ ആം ആൻ ഒബ്ജക്റ്റ് പില്ലോ. അപ്പൊ കെന്ന ചേച്ചി എൻ്റെ അടുത്ത് പറയുന്നത് പില്ലോ ആയിട്ട് ആക്ട് ചെയ്ത് കാണിക്കാനാണ് പറയുന്നത്. അപ്പൊ ആക്ട് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുന്നത് ഡയലോഗ് ആണോ പറയണ്ടേ, അതോ പില്ലോ ആയിട്ട് ആക്ടിങ് ആണോ വരണ്ടേ? അപ്പൊ ഡയലോഗ് എന്ന് പറയുമ്പോൾ ഇപ്പൊ കെന്ന ചേച്ചി പറഞ്ഞു ഡയലോഗ് വേണമെന്നില്ല എന്ന് പറയും. അപ്പൊ ഞാൻ പില്ലോ ആയിട്ട് എങ്ങനെ ഇപ്പൊ തറയിൽ കിടക്കാൻ പറ്റുമോ, എന്താ ചെയ്യണ്ടേ, എനിക്ക് മനസ്സിലായില്ല ശരിക്കും. അപ്പൊ ഇതിങ്ങനെ വെറുതെ ഒന്നും മനസ്സിലാവാണ്ട് ചെയ്യുന്നതിൽ നല്ലത് കാര്യം എന്താന്ന് ക്ലിയർ ആക്കിയിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പൊ അതാണ്. അപ്പോഴത്തേക്ക് ഫിറോസ് അങ്കിൾ പറഞ്ഞു, മോളെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, പില്ലോടെ ഫീലിങ്സ് നീ സങ്കടവും സന്തോഷം എങ്ങനെയാന്ന് വെച്ച് നീ നിനക്ക് തോന്നുന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്തോ. അപ്പൊ ഞാൻ ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ എനിക്ക് ഡയലോഗ് പറയാം. അങ്ങനെ ഞാൻ പറഞ്ഞു. ഓ എത്ര എന്താ പറയാ, ഓൺ ദ സ്പോട്ട് ഇങ്ങനെ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് അത് വളരെ ഭംഗിയായിട്ട് അത് ഷിഫ ചെയ്തു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ചിരി വന്നു. അപ്പൊ ഞാൻ ഇപ്പൊ വേറൊരു ടാസ്ക് തരാം. ഓക്കെ, ഇപ്പൊ ടാസ്ക് ചെയ്യാൻ പോകുന്നോണ്ട് വേണേ സെഷൻ വേണം മാറ്റി വെച്ചോ, കംഫർട്ടബിൾ ആവാൻ വേണ്ടിട്ട്. വിന്നർ കണ്ടോ? വിന്നർ ജാസ്ലർ സൂപ്പർ സുന്ദരി ടൈറ്റിൽ വിന്നർ ഞാൻ തന്നെ. അതെ. ഓക്കെ ഷിഫ, ഇന്നത്തെ ടോപ്പിക് എന്താന്ന് വെച്ചാൽ അന്ന് പില്ലോ കിട്ടിയ കുട്ടിക്ക് ഇന്ന് പുട്ടുകുറ്റി. അപ്പൊ ഇമാജിൻ സെയിം സിറ്റുവേഷൻ, പുട്ടുകുറ്റിയാന്ന് വിചാരിക്കുക. പുട്ടുകുറ്റിയുടെ സങ്കടം ഞാൻ പറയണം. എൻ്റെ പേര് പുട്ടുകുറ്റി. ആൾക്കാരുടെ വയറ് നിറയ്ക്കാനായിട്ട് അവരെൻ്റെ കാര്യം പറയുമ്പോൾ എന്നെ പറ്റി വലിയ വിലയൊന്നുമില്ല, പക്ഷെ ഞാൻ തള്ളിക്കൊടുക്കുന്ന സാധനം അവർക്ക് തിന്നാൻ പറ്റുന്നുണ്ട്. പക്ഷെ അവസാനം എന്തെങ്കിലും കുറ്റം വരുമ്പോഴോ, ആ പുട്ടുകുറ്റി തള്ളിയതിൻ്റെതാണ് അവൾ ഈ രാവിലെ വന്നിരുന്ന് തള്ളുന്നത്. കുറ്റം മൊത്തം നമുക്ക്. എന്നാൽ തിന്നാൻ വല്ലതും കൊടുക്കണമെങ്കിലും നമ്മൾ കുറച്ച് നന്ദിയൊക്കെ ആവാം ഈ മനുഷ്യന്മാരായാലും കേട്ടോ. നിങ്ങളൊക്കെ ഭയങ്കര ക്രൂവൽ ആൾക്കാരാണ്. പിന്നെ എന്താ ചെയ്യുക, നമ്മൾ പാവങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഫുഡൊക്കെ തന്ന് നിങ്ങളെ ഇങ്ങനെ വീർപ്പിച്ച് വെക്കും. എന്നാലും അവസാനം പേര് വരുമ്പോൾ അവള് തള്ളുന്ന കണ്ടില്ലേ, ആ പുട്ടുകുറ്റി തള്ളിയൻ്റെ അവള് തള്ളുന്നത്. എന്ത് കാര്യം പറഞ്ഞ ടാസ്ക് കൊടുത്താലും ഇൻസ്റ്റന്റ് ആയിട്ട് അതിനൊക്കെ ഉത്തരവുണ്ട് അല്ലേ? പില്ലോ പറഞ്ഞപ്പോഴും ഇതേപോലെ തന്നെ നമ്മള് ആ മനുഷ്യന്മാർക്ക് പുട്ടുകുറ്റി വന്നപ്പോഴും അങ്ങനെ തന്നെ. എന്തായാലും കൊള്ളാം ഷിഫ, ഈ ഒരു ഇത് സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ പറയാൻ പറ്റിയല്ലേ. ഇതുപോലെ പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഇരിക്കുകയായിട്ടെ, കസിൻസിന്റെ കൂടി ഇരിക്കുമ്പോഴായിക്കോട്ടെ, ഇങ്ങനെ ഭയങ്കര ഹ്യൂമർ ആയിട്ട് കാര്യങ്ങളെല്ലാം പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണോ ഷിഫ? അതിപ്പോ അവരുടെ അടുത്ത് ചോദിക്കേണ്ടി വരില്ലേ? അല്ലെ, എന്നാലും നമുക്ക് അവര് പറഞ്ഞറിയാലോ, ഇങ്ങനെ എപ്പോഴും കൗണ്ടർ നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാരും കൂടി ഇരിക്കുമ്പോ കൗണ്ടർ പറയുന്ന ഒരാള്, അല്ലെങ്കിൽ ഹ്യൂമർ സെൻസ് പെട്ടെന്ന് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കും. അപ്പൊ ആ കഴിവാണ് ഇവിടെ കണ്ട. നമ്മുടെ ജാസ്ലർ സൂപ്പർ സുന്ദരി എന്ന് പറയുന്നത് ശരിക്കും നമ്മളൊരു ഫിസിക്കൽ ഔട്ട്ലുക്കേ അല്ല, നമ്മൾ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു നമ്മുടെ വിത്തിനില് നമ്മുടെ ബ്യൂട്ടി മനസ്സിലാവാത്ത കുറെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാ. മിക്കവരുടെയും വിചാരം നമ്മൾ ഈ ബ്യൂട്ടി കോntest എന്ന് പറയുന്നത് ഒരു സൗന്ദര്യം അല്ലെങ്കിൽ അപ്പിയറൻസ് കണ്ടിട്ട് മാത്രം എടുക്കുന്നതാന്ന് ഉള്ളൊരു വിചാരമുണ്ട്. അതല്ലാന്ന് മാറ്റാൻ വേണ്ടിയിട്ട്
നമ്മൾ കുറേ വോയിസ് ഇതേപോലെ കൊണ്ടുവരേണ്ടതാ. അല്ല എന്ന് പറഞ്ഞ ഷിഫ അങ്ങനെ കുട്ടിയൊന്നും അല്ല, നല്ല മൊഞ്ചത്തി കുട്ടി തന്നെയാണ്. എനിക്കറിയാം, സൂപ്പറാ. അതെ, സൂപ്പറാണ്. പക്ഷെ ഞങ്ങൾ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ ഡാസ്ലർ സൂപ്പർ സുന്ദരി എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ ഇതിലേക്ക് വരുമ്പോൾ അത് നമ്മൾ ഒരിക്കലും ഒരു ബാഹ്യമായിട്ടുള്ള സൗന്ദര്യം മാത്രമല്ല നോക്കുന്നത്, അത് ജസ്റ്റ് ഒരു പാട്ടെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതിനെക്കാട്ടിലും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ കോമ്പറ്റീഷൻ അതായിരുന്നു. എത്രത്തോളം സ്മാർട്ട് ആയിട്ടാണ് ഇവര് ഒരു സിറ്റുവേഷൻസ് കൊടുത്താൽ അതിനെ ഹാൻഡിൽ ചെയ്യുക, ഇവരുടെ കോൺഫിഡൻസ് ലെവൽ, അതൊക്കെ ഇവർക്ക് കുറേ ദിവസത്തെ ഗ്രൂമിങ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയം മുതലേ ഇവർ ഇങ്ങനെ ഓരോന്നിലും നമ്മൾ ജഡ്ജ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വിത്തിൻ എത്രത്തോളം നിങ്ങളുടെ ആ ഒരു ഇന്നർ ബ്യൂട്ടിനെ ആയിരുന്നു നമ്മളവിടെ ജഡ്ജ് ചെയ്തിരുന്നത്. മാത്രമല്ല നിങ്ങൾ ഓരോന്നും പ്രസന്റ് ചെയ്യുന്ന രീതി, നിങ്ങളെ തന്നെ എത്ര കോൺഫിഡൻറ്റ് ആയിട്ടാണ് നിങ്ങൾ സ്റ്റേജിൽ പ്രസന്റ് ചെയ്യുക, അതൊക്കെ അതിലായിരുന്നു. പക്ഷെ ഈ പറയുന്ന പോലെ ഈ അവാർഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണെങ്കിലും ഇതിനിടയിൽ കുറച്ച് കോൺട്രവേഴ്സി ഒക്കെ ഷിഫ അത് കണ്ടു കാണുമല്ലോ. അച്ഛൻ അത് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയട്ടെ, ഈ ഷിഫ എന്ന് പറയുന്നത് നമ്മുടെ മലയാള സിനിമ നമുക്ക് ഒരുപാട് നല്ല നല്ല മലയാളം മൂവീസ് സമ്മാനിച്ചിട്ടുള്ള ബാദുഷ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറിന്റെ മകളാണ്. ബാദുക്കയുടെയും മഞ്ജുവിന്റെയും മകളാണ് ഷിഫ. ഇതിനിടയിൽ ഇപ്പം കോൺട്രവേഴ്സി കമന്റ് ഒക്കെ വന്നത് കണ്ടതല്ലേ. ബാദുക്കയുടെ മോളായതുകൊണ്ട് ബാദുക്ക ഞങ്ങൾക്ക് പൈസ അതൊന്നും മൈൽസ്റ്റോൺ മേക്കേഴ്സിന്, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ പ്രൊഡ്യൂസർ ബാദുഷയുടെ മകളായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് സമ്മാനം കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ പല രീതിയിലും കമന്റ്സ് ഒക്കെ വരുന്നത് തീർച്ചയായിട്ടും ഷിഫയും വായിച്ചിട്ടുണ്ടാവും. പക്ഷേ മൈൽസ്റ്റോൺ മേക്കേഴ്സിലെ വീഡിയോ ഇപ്പോൾ പോയതാണ്. ആ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. ഞങ്ങൾ എല്ലാവരും അത് വളരെ ജെനുവിനായിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിപ്പം ഷിഫേനെ ഞങ്ങൾക്ക് അറിയാം, ഞാൻ നേരത്തെ വീട്ടിൽ വന്ന് ഇന്റർവ്യൂ എടുത്തപ്പോൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പരിചയം വെച്ചിട്ടേ അല്ല, ഞങ്ങൾക്ക് അന്ന് നിങ്ങൾ 15 പേരും ഒരേപോലെയായിരുന്നു. ആ ഫൈനൽ പെർഫോമൻസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടാലന്റ് ഷോക്കേസ് ചെയ്യാനുള്ളൊരു സ്റ്റേജ് ആയിരുന്നു അല്ലേ. അവിടെ ഏറ്റവും നന്നായിട്ട് അവിടെ ഡിസേർവ് ചെയ്തിരുന്നത് ഷിഫ തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് അവിടെ അന്ന് ഷിഫയ്ക്ക് ക്രൗൺ കിട്ടിയത്. അല്ലാതെ ഞങ്ങൾ അതിനകത്ത് ഒരു രീതി ചെയ്തിട്ടില്ല. അത് നമ്മുടെ മൈൽ സ്റ്റോണിൽ വന്ന വീഡിയോസ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇത്തരത്തിലുള്ള കമന്റ്സ് വായിച്ചപ്പം ബാദുക്ക് അതിനുള്ള റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഷിഫയ്ക്ക് അത് എത്രത്തോളം ഹേർട്ട് ചെയ്തു. കാരണം ഇങ്ങനത്തെ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു അച്ഛൻ, അപ്പൊ അച്ഛന്റെ പേരില് അച്ഛന്റെ മകളായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇത് ഓക്കെ എനിക്ക് അതുകൊണ്ടാണോ കിട്ടിയതെന്ന് അങ്ങനെയൊക്കെ ഒരു വിഷമം തട്ടിയോ ഷിഫയ്ക്ക്? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു വിഷമമൊന്നും വന്നില്ല. എനിക്കറിയാം, ഞാൻ തന്നെ പറഞ്ഞു, ഇപ്പം എനിക്ക് ഡിസേർവിങ് അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ട സാധനം അല്ലെന്ന് എനിക്കറിയാം. പിന്നെ വാപ്പിയുടെ അടുത്ത് ഞാൻ എപ്പോഴും പറയും, എനിക്ക് വാപ്പിയുടെ പേരിലൊന്നും വേണ്ട, ഞാൻ തന്നെ ഒരു പേരെഴുത്തി ഞാൻ സാധനം വാങ്ങിക്കുന്ന പറഞ്ഞിട്ട്. അത് അതൊക്കെ കമന്റിലും ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്റെ മക്കളാണെന്നുള്ള പേരിൽ അറിയപ്പെടേണ്ട, എനിക്ക് മക്കളുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു അച്ഛനാവാനാണ് എനിക്ക് താല്പര്യം എന്ന് അദ്ദേഹം അതറിയാവുന്നുണ്ട്. വാപ്പി അടക്കം എൻ്റെ അടുത്ത് പറയും, എനിക്ക് എന്തേലും അത് ഇതൊന്നല്ല, എനിക്ക് എന്ത് ഇത് കിട്ടിയാലും എൻ്റെ മോളായതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ ആയെന്ന് പറയും. അപ്പൊ ഞാൻ പറയും, വാപ്പിയുടെ മോളല്ലേലും ഞാൻ എൻ്റെ കഴിവ് വെച്ചിട്ടാവും. അത് വാപ്പി പറയുമ്പോ എനിക്ക് കുഴപ്പമില്ല. ബാക്കിയുള്ളവരിങ്ങനെ പറയുമ്പോ ഞാൻ പിന്നെ അവര് പറയുന്നവർക്ക് പറയാനേ പറ്റൂ. അവർക്ക് അവിടെ കിടന്നത് പറയാനല്ലാണ്ട് ഇവിടെ വന്ന് ആ റാമ്പിൽ 2 റൗണ്ട് നടന്നോണ്ടല്ലോ തല ഇറങ്ങി അവിടെ വീഴും. അങ്ങനെ ചെയ്യുന്നവർക്ക്, ആ റാമ്പിലൂടെ നടക്കുന്നവർക്ക് അറിയാം അതിന്റെ പ്രശ്നം, അതിൻ്റെ ആ ഒരു ടെൻഷനും ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും. നടക്കുന്നവർക്കും അവിടെ പെർഫോം ചെയ്യുന്നവർക്കും ആ ഇത്രയും ജഡ്ജസിനെയും സെന്റർ സ്ക്വയറിൽ ചുറ്റിനും ആൾക്കാരെ, താഴെ നോക്കിയ ആൾക്കാർ, മേലെ നോക്കിയ ആൾക്കാർ, പ്രാർത്ഥിക്കാൻ വേണ്ടി സൈഡിൽ തിരിഞ്ഞ അവിടെ ആൾക്കാർ. നമുക്ക് അതിന് മുന്നിൽ നിന്ന് അത്രയും ക്രൗഡിന്റെ നടുക്ക് കിടന്ന് എന്തെങ്കിലും കാണിക്കണമെങ്കിൽ, ഞാൻ അധികം വലിയ പെർഫോമൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തു എന്നുള്ളത് ഓരോ ആൾക്കാർ അവിടെ ക്ലാപ്പ് ചെയ്തപ്പോ എനിക്ക് കത്തി. എനിക്കത് മതി, എനിക്ക് ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കണ്ട. അവര് ക്ലാപ്പ് അടിച്ചത് എന്റെ മുന്നെന്നാ, ഞാൻ കേട്ടു. ഓക്കെ, വളരെ ബ്രേവ്. അപ്പം ഇത്തരത്തിലുള്ള കമന്റ്സ് ഒന്നും ഷിഫനെ ഒരു രീതിയിലും വിഷമിപ്പിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. കൂൾ, വെരി കൂൾ. ഓക്കെ, ഇനി ആ ഒരു എന്താ പറയാ, ഈ ഒരു ഫൈനൽ ആ ഒരു റൗണ്ട് അതായിരുന്നല്ലോ ഏറ്റവും കൂടുതൽ എനിക്ക് ആകെ ദേഷ്യം വന്നത്. ഒരാള് പറഞ്ഞു, ഇതാണോ സുന്ദരി, ആ റൈറ്റ് നിൽക്കുന്ന കുട്ടി പിന്നെ സുന്ദരിയാന്ന്. അത് ഞാൻ സുന്ദരിയല്ല എന്ന് പറഞ്ഞാലല്ല എനിക്ക് പ്രശ്നം. ലെഫ്റ്റിലും ഒരു കുട്ടി നിൽക്കുന്നുണ്ട്, ഞങ്ങളുടെ ബാക്കിലും കുറെ കുട്ടികൾ നിൽക്കുന്നുണ്ട്. അവിടെ വന്ന 15 പേരും ആ റാമ്പിൽ നടക്കാത്ത പുറത്ത് നിൽക്കുന്നവര് സുന്ദരികളാണെന്നുള്ള കാര്യം ഇവരൊക്കെ മനസ്സിലാക്കിയാൽ മതി. എല്ലാവർക്കും ഓരോ സൗന്ദര്യം ഇല്ലേ. ആ പറഞ്ഞത് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ ഒരു സൈഡ് പറയട്ടെ, എല്ലാവർക്കും അവനോട് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അത് പുള്ളി വന്ന് പറഞ്ഞിട്ട് പോട്ടെ. പക്ഷെ നമ്മളൊരു കോntest എന്തിനെ ബേസ് ചെയ്താൽ നടത്തിയെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം.
അല്ലെ? എന്തായാലും ഈ ഒരു ഫൈനൽ ഇതിലേക്ക് എത്തിച്ചത് ആ മൂന്നാമത്തെ റൗണ്ടിലുണ്ടായിരുന്ന ആ പില്ലോ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു. അതിനുള്ള ആൻസറും കൂടെ വന്നപ്പോഴത്തേക്കാണ് ഷിഫയുടെ മാർക്ക് ഭയങ്കരമായിട്ട് അങ്ങ് കയറിപ്പോയത്. ഓക്കെ, അപ്പോ എല്ലാ താങ്ക്സും പറയേണ്ടത് നമ്മൾ പില്ലോടാണ്. നമുക്ക് ആ പില്ലോട് ഒരു താങ്ക്സ് ഇപ്പൊ പറഞ്ഞാലോ? ഇതല്ല, ഞാൻ പില്ലോ തന്നെ തരാം, നമുക്ക് കുഷനൊന്നും വേണ്ട, പില്ലോ തന്നെ തരാം. അതെ, റൂമിൽ വീട്ടിൽ അത് രാത്രി വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴും പില്ലോ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞോ? പില്ലോയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തു. പിന്നെ പില്ലോയിൽ പിടിക്കാൻ സമയം കിട്ടിയില്ല, ചുമയൊക്കെ ആയിട്ട്. അപ്പൊ ഇപ്പോഴും കൊടുത്തോളൂ. വേണ്ട. ഓക്കെ, എന്തായാലും പില്ലോ കാരണം ഇങ്ങനെ പില്ലോയ്ക്ക് വരെ പരസ്യമായി എന്നെ കൊണ്ട്. ഓക്കെ, അങ്ങോട്ട് മാറ്റി വയ്ക്കാം പില്ലോ. ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട്, പ്രോപ്പർട്ടി ഉണ്ടാവും. ഓക്കെ, ഇനി പുട്ടുകുറ്റിയൊന്നും വരില്ലല്ലോ അല്ലേ? പുട്ടുകുറ്റിയൊന്നും വരില്ലല്ലോ. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല, നമ്മുടെ ജഡ്ജിങ് പാനലിൽ നിങ്ങൾക്ക് കൂടെ നമ്മുടെ സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ടുണ്ടായിരുന്നത് നേഹയായിരുന്നു, നേഹ സക്സേന. നേഹ ഓൾ ദി വേ ഫ്രം ബാംഗ്ലൂർ. നിങ്ങളുടെ ഈ ഒരു, അതായത് നമ്മുടെ ഈ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടും നിങ്ങളെ ജഡ്ജ് ചെയ്യാനായിട്ടും അന്ന് വന്നതാണ്. നേഹയുടെ ആ ഒരു പ്രസൻസും നേഹയുടെ ചോദ്യങ്ങളതും അതൊക്കെ ഷിഫ സ്റ്റേജിൽ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് നിന്നപ്പോൾ ഷിഫ അതിനെ എങ്ങനെയാ എടുത്തതും ഒക്കെ? നേഹ മാം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളെ ഭയങ്കര പോസിറ്റീവായിട്ട് ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കിയ പോലെ എനിക്ക് തോന്നി. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഈ ഒരു നെപ്പോട്ടിസം പ്രഷർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അതെ, അപ്പോൾ ആദ്യം ഞാൻ അതിൻ്റെ ആൻസർ പറഞ്ഞത് വേറെ രീതിയിലാണ്. കാരണം ഞാൻ ഓർത്തു എൻ്റെ ഫാമിലിയിലുള്ള പ്രഷർ ഉണ്ടോയെന്നാണ് തോന്നിയത്, അങ്ങനെയാണ് ഞാൻ ഓർത്തത്. പക്ഷേ ഷി വാസ് ആസ്കിങ് ദാറ്റ് പുറത്തുനിന്ന് കാണുന്നവർ, അതായത് എൻ്റെ ഫ്രണ്ട്സോ നെയ്ബേഴ്സ്, അവരൊക്കെ എങ്ങനെയാണ് എൻ്റെ അടുത്ത് പെരുമാറുന്നത് എന്നുള്ള കാര്യമായിരുന്നു. അപ്പം ഞാൻ ആ ഒരു ടൈമിൽ ഇങ്ങനെ, ഞാൻ എന്താ ആൻസർ ചെയ്തതെന്ന് ഞാൻ മറന്നുപോയി അവിടെ. അപ്പോൾ ആ ഒരു ടൈമിൽ നേഹ മാം ഇങ്ങനെ, നമുക്ക് ബാക്കി കാര്യം നേഹയോട് തന്നെ ചോദിക്കാം. നേഹ ലൈനിലുണ്ട്. ഹലോ ഡാർലിംഗ്. Hello, my sweetheart. Yes, how are you? How are you, my dear? I'm good. God's grace, all is fine. You tell me, how are you? Yeah, I'm also doing good. Day, നമ്മുടെ ടൈറ്റിൽ വിന്നർ ഡാസ്ലർ സൂപ്പർ സുന്ദരി എൻ്റെ കൂടെ ഇരിക്കുക. Oh wow, that's nice. Yeah, say hello. hello. Hi, how are you? I'm good, how are you? The voice is coming from very far. Come on, my line is real loud. I'm great, how are you? I'm good, okay. So you must be very happy, right, after winning the title? Oh, I'm really happy. I'm grateful for it. You were very good with dealing with the questions and with the situation, the task what we gave you. Not my time. My great time. നേഹ ആ നമ്മുടെ അന്നത്തെ ഇവന്റിന് ശേഷം ഷിഫ കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ആയി. വൈറൽ ഫീവർ അടിച്ചു, 3 times ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് അതെ ഞാനും അത് തന്നെ പറയായിരുന്നു, അത് തന്നെ ആവുള്ളൂ എന്ന്. ഞാനും അതിനിപ്പോ അതാണ് ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര കോഫ്. അതാ എനിക്ക് ഫോൺ തന്നു. അതെ, ഞാൻ പറഞ്ഞു ദൃഷ്ടി ഇവളായി തന്നെ ആയിരിക്കുന്നു. ഞാനും ഒക്കെ അത് തന്നെ പറഞ്ഞു. കാരണം അന്നത്തെ ആ സെയിം ഡേ രാത്രിക്ക് പോയി കിടന്നതേ അന്ന് മിഡ് നൈറ്റിൽ വന്നു എന്നാണ് അവള് പറയണത്. യെസ്, അപ്പോ എന്താണ് പരിപാടി? എന്തോ ഞാനിപ്പോ ഓൾറെഡി ബാംഗ്ലൂർ എത്തി. എന്റെ പടത്തിന്റെ ഓഡിയോ റിലീസ് ഉണ്ടായിരുന്നു, ബോംബെ പോസിറ്റീവ് മലയാളം മൂവിയുടെ ഓഡിയോ റിലീസ് ഉണ്ടായിരുന്നു കൊച്ചിയില്. And that all went on very well. With the grace of God, songs are already out. Movie will be releasing very. Yes. അപ്പൊ നമുക്ക് മൂവിയുടെ പ്രൊമോഷന് വീണ്ടും കാണാം. അപ്പൊ വീണ്ടും വരേണ്ടി വരും കൊച്ചിക്ക്. അപ്പൊ നമുക്ക് വീണ്ടും 100%. യെസ്, അപ്പൊ നമുക്ക് മീറ്റ് ചെയ്യാം. Yeah. Okay, take care, Shifa. God bless you. Get well soon. ഓക്കെ, അവള് താങ്ക് യു പറയുന്നുണ്ട് കേട്ടോ. താങ്ക് യു ഓൺ ബിഹാഫ് ഓഫ് ഹർ ഞാൻ പറയാം. താങ്ക് യു. ഓക്കെ മാ, യാ ഐ കോൾ യു. ഓക്കെ, യാ ബൈ. ഓക്കെ, ഇനി ഈ ഒരു ക്രൗൺ കിട്ടിക്കഴിഞ്ഞപ്പോൾ ബാദുക്കി ആയിക്കോട്ടെ, മഞ്ജു അമ്മ ആയിക്കോട്ടെ, ബ്രദർ ആയിക്കോട്ടെ, എല്ലാവരുടെയും ആ ഒരു സന്തോഷം, നിങ്ങൾ എങ്ങനെയാ സന്തോഷം ഷെയർ ചെയ്തതും ആഘോഷിച്ചതും അല്ല? അമ്മ കരഞ്ഞത് കണ്ടില്ലേ? അതെ, വെന്യൂലെ കണ്ടു. അന്ന് തന്നെ ഞങ്ങളെ എത്ര തവണ അച്ഛനെ സ്റ്റേജിലേക്ക് വിളിച്ചു, പക്ഷെ ബാദുക്ക വന്നതേ ഇല്ല. അത് വാപ്പി, ഞാൻ പറഞ്ഞല്ലേ, വാപ്പി കയറി കഴിഞ്ഞാൽ ആ ഒരു ടോക്ക് വരണ്ടെന്നുള്ളത് തന്നെ വാപ്പിക്ക് തന്നെ അറിയാം.
പിന്നെ ഇറങ്ങിയപ്പോ വാപ്പി പറഞ്ഞു നിനക്ക് കിട്ടിയത് എന്റെ പേരിലാട്ടോ. ഞാൻ പറഞ്ഞില്ലേ വാപ്പിക്ക് എന്നെ ദേഷ്യം എടുക്കും. ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഞാൻ ക്രൗൺ ഇപ്പൊ ഊരി വെക്കുന്നത്. അത് അച്ഛനെ മോളോടുള്ള ഒരു ഇത് വെച്ചിട്ട് നീ കണ്ടോ ഞാൻ കാരണമാണല്ലോ നിനക്ക് കിട്ടിയെന്നുള്ളത്. പക്ഷെ ഒരിക്കലും ബാദുഷാ എന്ന് പറഞ്ഞ ഒരാളുടെ മകളായതുകൊണ്ടേ അല്ല ഇന്നിപ്പോ ആ ക്രൗൺ അവിടെ ഇരിക്കുന്നത്. ആക്ച്വലി യു ഡിസേർവ്ഡ് ഇറ്റ്. അതുകൊണ്ട് തന്നെയാണ്. യെസ്. അപ്പോൾ എന്നാലും നിങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഒരു പ്രൈവറ്റ് സ്പേസിൽ നിങ്ങൾ എത്രത്തോളം എങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു ഈ ഒരു സന്തോഷം? വീട്ടിലെത്തിയിട്ട് നമുക്കൊന്നും മനസ്സിലായില്ല ഇതിപ്പോ എന്തൊക്കെയാ അവിടെ നടന്നേന്നുള്ളത്. ഇങ്ങനെ ആദ്യം തൊട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ റൗണ്ട് ഇങ്ങനെയായിരുന്നല്ലേ ഞാനിങ്ങനെ കൂടുതലും ചോദിക്കുന്നത് ബാക്കിയുള്ളവരുടെ എങ്ങനെ ഉണ്ടായി. എനിക്ക് ആരുടെയും കാണാൻ പറ്റിയില്ലല്ലോ. എനിക്ക് കാണണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായി. പക്ഷെ നമ്മൾ റഷായിരുന്നു. ഡ്രസ്സ് വേഗം മാറ്റണം, മേക്കപ്പ് മാറ്റണം ഒക്കെ ആയതുകൊണ്ട് എനിക്ക് പക്ഷെ എല്ലാവരുടെയും കണ്ടിരിക്കണം എന്നൊരിതുണ്ട്. അങ്ങനെ ഞാൻ ബാക്കിയുള്ളവരുടെ ആരുടെയിലും ഉണ്ടോ എനിക്ക് അഭിഷ്ണ ചേച്ചിയുടെയും നല്ലപോലെ കാണണം എന്നുണ്ടായി. അന്ന് നമ്മളുടെ ഗ്രൂമിങ്ങിന്റെ ടൈമിൽ ചേച്ചി മോണോ ആക്ട് ചെയ്തില്ലേ, അപ്പൊ അതുകൊണ്ട് ചേച്ചിയുടെ ടാസ്ക് ഇങ്ങനെ ഉണ്ടായി. ചേച്ചി ആക്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. നല്ല രസമായിട്ട് ചേച്ചി ആക്ട് ചെയ്യുന്ന എനിക്കറിയാം. എനിക്ക് അത് കാണണം എന്നുണ്ടായി. ഞാൻ പക്ഷെ അതൊക്കെയാ പറയുന്നത്. എനിക്ക് ക്രൗൺ കിട്ടിയ കാര്യമൊന്നും പറയും. ഞാൻ അതിങ്ങനെ എടുത്ത് ഫോട്ടോയും എല്ലാവർക്കും ഫോട്ടോ ഇടുക, എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഞാൻ എല്ലാവർക്കും ഇങ്ങനെ ഫോട്ടോ വെച്ച് ക്രൗൺ വെച്ചിട്ട് ആരുടെ പറഞ്ഞില്ല. ഇങ്ങനെ എല്ലാവരെയും ക്രൗൺ വെച്ച് വീഡിയോ കോൾ ചെയ്യാന്ന് ഓർത്താ. ഇവിടെ എത്തിയപ്പോ 2 മണിക്ക് വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ക്രൗൺ അതൊന്നും നോക്കൂല. അവരെന്തേലും ഒക്കെ പറയും. എനിക്ക് പിന്നെ അതിന്റെ സങ്കടം മാറ്റാൻ ഞാൻ വീണ്ടും പില്ലോ പിടിക്കണം. എന്നാലും ഈ ക്രൗൺ കിട്ടിയ കാര്യം ഈ ഗുഡ് ന്യൂസ് ഒക്കെ നെക്സ്റ്റ് ഡേ തന്നെ ഫ്രണ്ട്സിനെ ഒക്കെ അറിയിച്ചിട്ടുണ്ടാവും. ഞാൻ അറിയിച്ചില്ല, ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടല്ലോ. ഞാൻ കിടന്ന് ഉറക്കായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് എഴുന്നേക്കുമ്പോ ഇവരൊക്കെ എന്റെ ഒരു കുറെ ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് പാരഗ്രാഫ് ഒക്കെ അയച്ചിട്ടുണ്ട് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട്. സൂപ്പർ. ഓക്കെ, ഷിഫയ്ക്ക് ഇപ്പൊ ഇന്നിപ്പം മോഡലിംഗും ഇഷ്ടമാണെന്ന് പറഞ്ഞു, സിനിമയും ഇഷ്ടമാണെന്ന് പറഞ്ഞു. പക്ഷെ ഇത് രണ്ടും ഇല്ല കൂടുതലൊന്നും ചോദിക്കുന്നില്ല. ഇത് രണ്ടും എന്ന് പറയുന്നതും ഫാഷൻ ലോകവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ശരിക്കും ഒരു പേഴ്സണലായിട്ട് മനസ്സുകൊണ്ട് കൂടുതൽ ആഗ്രഹം ഒരു വലിയൊരു കമ്പനിയുടെ ഒരു ബ്രാൻഡായിട്ട് വലിയൊരു ഫ്ലെക്സിലൊക്കെ ഷിഫ മോഡൽ ചെയ്ത് നിൽക്കുന്ന ഒരു ഐക്കണായിട്ട് അങ്ങനെ ഒരു പിക്ചർ വരുന്നതിനോടാണോ കൂടുതൽ ഇഷ്ടം, അതോ ഒരു നല്ലൊരു സിനിമയിൽ നല്ലൊരു കഥാപാത്രം ചെയ്ത് അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ റോൾ ആയിക്കോട്ടെ അങ്ങനെ ചെയ്ത് വരുന്നതിലാണോ കൂടുതൽ സന്തോഷം കാണുന്നത്? സിനിമ ആണോ? ഇതാകുമ്പോ എനിക്ക് കുറേ നാള് കുറേ എക്സ്പീരിയൻസസും ഇതുണ്ടാക്കാം. ഇപ്പൊ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ വരുന്നു, ഒരു കൂടിപ്പോയ 2 ദിവസം പരിപാടി കഴിഞ്ഞു. സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറെ നാളെ ലൊക്കേഷനിൽ പോവാ, രാവിലെ എണീക്കുക രാത്രി ഉറങ്ങുക, ചില ദിവസം രാത്രി ഉറങ്ങുക, രാത്രി എണീക്കുക രാവിലെ ഉറങ്ങുക. ഒരു പരിപാടി നല്ല രസമല്ലേ? അതുകൊണ്ട് ഓക്കെ, ഇനി ബാക്കി എല്ലാവരുടെയും കമന്റ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ഏറ്റവും കൂടുതൽ നമുക്ക് നല്ല ഫണ്ണി ആയിട്ടുള്ള ഒരു കൗണ്ടറും കമന്റും ഒക്കെ കിട്ടുന്നത് സ്വന്തം സിബ്ലിംഗിൽ തന്നെയാണ്. ബ്രദർ എന്ത് പറഞ്ഞു ഇത് അറിഞ്ഞപ്പോ? അവനൊന്നും പറഞ്ഞില്ല. ഞാൻ നോക്കുമ്പോ രാവിലെ എടുത്ത് സ്റ്റോറി ഇട്ടിട്ട് എന്നെ കൺഗ്രാറ്റ്സ് എന്നും പറഞ്ഞിട്ട് അവന് ഒരു മെസ്സേജ് ഇട്ട് സ്റ്റോറി ഇട്ടു, എന്നെ ടാഗ് ചെയ്തിട്ട് കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ കൺഗ്രാറ്റുലേഷൻസ് ബേബി എന്ന് പറഞ്ഞിട്ടിട്ട് അവൻ രാവിലെ ഇറങ്ങിപ്പോയി. പിന്നെ രാത്രി അവന് ഞാൻ കാണുന്നു. ഞാൻ വന്ന സമയത്ത് അവന് ഉറക്കമായിരുന്നു. ഞാൻ ഇങ്ങനെ പോയി കെട്ടിപ്പിടിച്ചു, ബേബി ഞാൻ കൊണ്ടുവന്നു. ഇതൊക്കെ ഉറക്കത്തിന് നീ പറഞ്ഞത് ക്രൗൺ കണ്ടോ പറഞ്ഞ് 2 കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഒന്ന് കാണിച്ചു. എന്നിട്ട് അവൻ തിരിഞ്ഞു കിടന്നു. ദുഷ്ടനല്ലേ? ഓക്കെ, ഇനി നമുക്കൊരു സെഗ്മെന്റിലേക്ക് പോവാം. ഓക്കെ, ആ സെഗ്മെന്റിന് ആൻസർ കാണിക്കാനായിട്ട് യെസ് ഓർ നോ ബോർഡ് ഉണ്ട്, പിടിച്ചോളൂ. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. യെസ് ആണെങ്കിലും നോ ആണെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് തരണം. ഓക്കെ, ആരെയെങ്കിലും കണ്ണിറക്കി കാണിച്ചിട്ടുണ്ട്? ഷോയുടെ ടൈമില് ഫ്രണ്ടിൽ പോയിട്ട് പോസ് ചെയ്യാൻ പറഞ്ഞല്ലോ, ഞാൻ ജഡ്ജസിനെ നോക്കിയിട്ട് സൈറ്റ് അടിച്ച് കാണിച്ചു. ഇങ്ങനെ ഒരു ഇതും കൊടുത്തിട്ടോ. എപ്പോ? ഫസ്റ്റ് ഷോയില്, ആദ്യത്തെ ഷോയുടെ, അതായത് ഏപ്രില്. ഇഷ്ടംപോലെ കാണിച്ചിട്ടുണ്ട്. വളയ്ക്കാനായിട്ട് ആരും കാണിക്കുന്നില്ല. ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോ ഉണ്ടോ? ഇങ്ങനെ എപ്പോഴും ഉണ്ടോ? അപ്പൊ സ്കൂളിൽ ഫുൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും അത് ഷിഫയുടെ അല്ലേ? ഓക്കെ, നൈസ്. ഡ്രൈവിങ്ങിനിടയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതിപ്പോഴാ? അത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവളിങ്ങനെ വയനാട് താമസിക്കുന്നത്.
അങ്ങനെ വെക്കേഷൻ ടൈം ആകുമ്പോഴത്തേക്ക് അവൾ ഇങ്ങോട്ട് വരും, ഞാൻ അങ്ങോട്ട് പോകും, അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരുമ്പോഴാണ് ഞങ്ങൾ ഈ അയ്യോ അമ്മ കണ്ട രാത്രി കറക്കങ്ങളൊക്കെ. അപ്പൊ എൻ്റെ ബ്രദറിന്റെ സ്കൂട്ടി ഇരിപ്പുണ്ടായി വീട്ടില്. അപ്പൊ ഞങ്ങൾ അവന്റെ അടുത്ത് പറഞ്ഞിട്ടേ പോവുള്ളൂ. ഞങ്ങൾ സ്കൂട്ടി എടുത്ത്, അല്ല അമ്മയ്ക്ക് അറിയത്, അമ്മയുടെ ഒരു ഫ്രണ്ടിന് എന്തോ വയ്യാണ്ട് കിടക്കായിരുന്നു. അപ്പോൾ ഫുഡ് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഫുഡ് കൊണ്ട് കൊടുത്ത് തിരിച്ചിങ്ങനെ കയ്യിലൊന്നും ഇല്ലല്ലോ, ഫ്രീ ആണല്ലോ, ഞങ്ങൾ പാട്ടൊക്കെ പാടി ഇങ്ങനെ വരിക. ഇവിടുന്ന് നമ്മളിങ്ങനെ ഒരു വളവുണ്ട്, ആ വളവ് കഴിഞ്ഞപ്പോൾ 2 ചേട്ടന്മാരിങ്ങനെ വന്നുണ്ടായി. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓപ്പോസിറ്റ് വണ്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ കയ്യിൽ പോയി, ചെങ്ങായി പോയി. നമ്മള് വളഞ്ഞിട്ട് നേരെ കാനയുടെ അവിടെ അവിടുത്തെ വീഴുന്നതിലല്ല പ്രശ്നം, ഇവര് അല്ല കാലിന് പോയത് പ്രശ്നമില്ല. ഇത് കേട്ടിട്ട് ആ ചേട്ടന്മാർ എണ്ണീറ്റ് വരുമല്ലോ, അവര് വരുന്നതിന് മുന്നേ ഓടണ്ടേ, നാളെക്കണല്ലേ. എന്നിട്ട് പക്ഷെ ആ ചേട്ടന്മാര് വന്നു, എല്ലാം പറ്റിയ മക്കളെന്ന് ചോദിച്ചു. ഒന്നും പറ്റിയില്ല ചേട്ടാ, കുഴപ്പമില്ല, ഞങ്ങള് ഹാപ്പിയാന്ന് പറഞ്ഞു. ഒന്നും പറ്റിയില്ല എന്നിട്ട് പറ്റുന്നുണ്ടായില്ല. അതിനുശേഷം പിന്നീട് സ്കൂട്ടി എടുക്കോ? കുഴപ്പമൊന്നുമില്ല, വീണല്ലേ നമ്മൾ പഠിക്കുള്ളൂ. ഓക്കേ. സൂപ്പർ സുന്ദരി ടൈറ്റിൽ വിന്നർ ആയതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ കൗതുകം നിറഞ്ഞ കുറെ മെസ്സേജസ് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ക്രിറ്റിസിസംസ് ഒക്കെയാണ് കൗതുകം നിറഞ്ഞത്. അതാണോ ഇങ്ങനെയൊക്കെയാ നിനക്കാണോ കിട്ടിയേ? ഓ എന്നാ എനിക്ക് കിട്ടുമല്ലോ. ആണോ? ഇത് കാണുമ്പോ ഞാൻ ആലോചിക്കും, അതെ എന്നിട്ടാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. അതിനൊക്കെ റിപ്ലൈ ചെയ്യാൻ പോയിട്ടുണ്ടോ? ഇല്ല. എന്തിനാ അത് ചെയ്യുന്നത്? വായിച്ചു പോവും. കൂൾ കൂൾ അല്ലേ? ഓക്കെ. ഐ ഹാവ് എ സെലിബ്രിറ്റി ക്രഷ്. അങ്ങനെ ചോദിക്കില്ല, ഇതിപ്പോ എണ്ണേണ്ടി വരും. ഇഷ്ടം പോലെ ഉണ്ട്. ആണോ? എന്നെ ഇഷ്ടം പോലെ ലിസ്റ്റ് ഒക്കെ ഇങ്ങനെ കേക്കട്ടെ, ആരൊക്കെയാന്ന് നോക്കട്ടെ ലിസ്റ്റിലുള്ളത്. ചോദിക്കുമ്പോ പെട്ടെന്ന് വരില്ല, അതല്ലേ പ്രശ്നം. എനിക്ക് തോമസ് മാത്യുവിനെ ഭയങ്കര ഇഷ്ടം. ആണോ? പിന്നെ നെക്സ്റ്റ്? പിന്നെ സന്ദീപ്. പിന്നെ വേറെ ആരാ? അയ്യോ അല്ലേക്കട്ടെ, ഇങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ വരില്ല, പക്ഷെ എനിക്കിങ്ങനെ ഒരു ലിസ്റ്റോട് കിടപ്പുണ്ട്. ഒരുപാട് പേരുണ്ട്. അപ്പൊ എന്തെങ്കിലും തോമസ് മാത്യുവിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ പോയി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എങ്ങനെയാണെന്നറിയോ, ഈ ആനന്ദ് മൂവി കണ്ട ടൈമില് എനിക്ക് ആ ചേട്ടനോട് ഭയങ്കര ക്രഷായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ആഡ് ഫിലിം ഉണ്ടായി എനിക്കും എൻ്റെ ബ്രദറിനും, മുകേഷ് അങ്കളുടെ കൂടെ. അപ്പൊ ആ ടൈമില് ഈ ചേട്ടൻ അവിടെ ഉണ്ടായി. ഈ ചേട്ടൻ അതിൻ്റെ അഭിനയിക്കാനല്ല, ചേട്ടൻ ആ ഫിലിമിന്റെ ആ ആഡിന്റെ എന്തോ ആയിരുന്നു. അങ്ങനെ ആ ചേട്ടനെ കണ്ടപ്പോൾ എനിക്ക് വീണ്ടും ക്രഷായി. എന്നിട്ട് സംസാരിച്ചില്ല? അല്ല സംസാരിച്ചു, പക്ഷെ നമ്മൾ പോയിട്ട് പറയാൻ പറ്റൂ ഈ ചേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്? പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും തുടരും കണ്ടപ്പോ ഓനെല്ലാവരും കൊന്നപ്പോ എനിക്ക് ഡിപ്രഷനായി. പിന്നെ അല്ലാണ്ട് വേറൊരു മൂവി ഉണ്ടായല്ലോ സുരാജ് അങ്കിളുടെ ഒക്കെ, നാരായണിന്റെ. അതെ, അതില് കണ്ടപ്പോ എനിക്ക് വീണ്ടും ക്രഷായി. ഭയങ്കര പ്രശ്നം. ഞാൻ വാപ്പിയുടെ അടുത്ത് പറഞ്ഞു വലുതമ്മ കെട്ടിച്ചേരെ, വാപ്പി പറഞ്ഞു അവനോട് തോന്നണ്ട്. ഇപ്പൊ നമുക്ക് ഈ വീഡിയോ നമുക്ക് അയച്ചു അവൻ ഓൾറെഡി വല്ല ക്രഷ് ഉണ്ടോ, ഓൾറെഡി വല്ല അഫെയർ ഉണ്ടോ നമുക്ക് അപ്പൊ അറിയാം. ഓക്കെ, കൂളായിട്ടാ പറയണെന്ന് നോക്കിക്കേ. ശരിക്കും ലൈഫിൽ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സീരിയസ് ആയിട്ട് ഒരാളോട് ഒരു അടുപ്പം തോന്നുക, ഒരു ക്രഷ് തോന്നുക, അല്ല അങ്ങനെ തോന്നിയാൽ അപ്പൊ തന്നെ ആദ്യം പോയി പറയുന്നത് അമ്മയുടെ അടുത്താണോ അച്ഛൻ്റെ അടുത്തായിരിക്കോ, വാപ്പയുടെ അടുത്തായിരിക്കും? ബ്രദറിന്റെ അടുത്താണോ ഫസ്റ്റ് പറയാ? ആഹാ, അവന് ഫോട്ടോ അയച്ചു കൊടുക്കും. അവൻ സെറ്റ് ആവൂല എന്ന് പറഞ്ഞ വിട്ടുകളയോ? അവനറിയാം എന്റെ ടേസ്റ്റ് ഒക്കെ അവനറിയാം. ഞാൻ ഇങ്ങനെ അവൻ പറയും നീ വേണേ ട്രൈ ആക്കി നോക്കും, പക്ഷെ നിനക്ക് കിട്ടും തോന്നുന്നുണ്ടെന്ന് പറയും. അവൻ എന്നെ അവിടെ താഴ്ത്തുക. അപ്പൊ ഇതുവരെ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആരെയും അങ്ങനെ നോക്കിയില്ല. അവനെ അയച്ചു കൊടുക്കും. പിന്നെ ഞങ്ങളൊരു തീരുമാനത്തിലെത്തും. ഞങ്ങളിങ്ങനെ നോക്കാല്ലേ എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കും. പക്ഷെ അതുപോലെ ചേട്ടൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടാണോ കൊണ്ടുവരുന്നത് അപ്രൂവലിന്? അവൻ അപ്രൂവലിനൊന്നും കൊണ്ടുവരില്ല, ഞാൻ പക്ഷെ കണ്ടുപിടിക്കും. ആണല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടിങ് ആണ് ചേച്ചി ഞങ്ങളെയും തമ്മില്. അമ്മ കണ്ട അമ്മ അല്ലേലും പറയും ചേട്ടൻ്റെ ഉടായ്പാണെന്ന്. ഓക്കെ, സ്വന്തം പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. യെസ്, അതെപ്പോഴാ? എപ്പോഴൊക്കെ ചെയ്തിട്ടുണ്ട്. ആണോ? ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരെന്നെ മറ്റേ എൻ്റെ കൂടെ ഉള്ളവർ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ പുച്ഛിക്കല്ലോ, പിന്നെ നീ വലിയ ആളെന്ന് പറയുമ്പോൾ ഞാൻ പറയും ആടാ ഞാൻ ഗൂഗിളിലൊക്കെ ഉണ്ടെന്ന് പറയും. എന്നിട്ട് ഞാൻ തന്നെ കാണിച്ചു കൊടുക്കുന്നത് കണ്ടാ. അങ്ങനെ ഞങ്ങളുടെ ഡാസ്ലർ സൂപ്പർ സുന്ദരിനെ നിങ്ങളെ പരിചയപ്പെട്ടില്ലേ? ഈ കുട്ടിയുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇനിയും യെസ്,
ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് കസിൻസ് ഒക്കെ പോകാൻ പറ്റട്ടെ. ഇപ്പോഴത്തെ പോകാൻ പോവില്ലേ, ഓഗസ്റ്റിൽ പോകുമ്പോൾ ഞങ്ങൾ ഇനി വെയിറ്റ് ചെയ്തിരിക്കാം, വീണ്ടും എനിക്ക് ഇതുപോലെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റട്ടെ. അങ്ങനെ എല്ലാവർക്കും അച്ഛനും അമ്മയ്ക്കും അഭിമാനിക്കാൻ പറ്റുന്നതാണ്, ബ്രദറിനുൾപ്പെടെ. അങ്ങനെ അവർക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്നതാണ്. എല്ലാ അർത്ഥത്തിലും നല്ലൊരു കുട്ടിയായിട്ട് തന്നെ വരട്ടെ. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ് ഷിഫ. താങ്ക് യു.